എട്ടുകാലികൾ പൊതുവെ സ്വന്തം ഇഷ്ടപ്രകാരം നീന്തുന്ന ജീവികളല്ല. പക്ഷേ അവയിൽ പലർക്കും വെള്ളത്തിൽ വീണാൽ അതിജീവിക്കാൻ കഴിയും. ബോട്ട് പോലെ പൊങ്ങിക്കിടക്കുകയോ തുഴയുകയോ ചെയ്താണ് അവ രക്ഷപ്പെടുക. ചിലർക്ക് സ്ക്യൂബ ബബിൾ പോലെയുള്ള സംവിധാനങ്ങൾ രൂപീകരിക്കാനും ശേഷിയുണ്ട്. ഇനി നമുക്ക് എട്ടുകാലിയും വെള്ളവും തമ്മിലുള്ള ബന്ധത്തിന്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് കടക്കാം. വെള്ളത്തിന്റെ ഉപരിതലത്തിൽ സർഫസ് ടെൻഷൻ എന്ന പ്രതിഭാസമുണ്ട്. ഇത് ചെറുതും ഭാരക്കുറഞ്ഞതുമായ വസ്തുക്കളെ താങ്ങാൻ കഴിയുന്ന അദൃശ്യ ചർമ്മം പോലെ പ്രവർത്തിക്കുന്നു. പല ചിലന്തുകളും ചെറുതാണ്. അവയുടെ കാലുകളിൽ വാട്ടർ റിപ്ലന്റ് ആയ രോമങ്ങളുണ്ട്. സർഫസ് ടെൻഷനും ഈ കാലുകളും മൂലം അവയ്ക്ക് വെള്ളത്തിന് മുകളിൽ നിൽക്കാനും ഓടാനും കഴിയും. വെള്ളത്തിന് അടിയിൽ പോയി ഇരപിടിക്കുന്ന എട്ടുകാലികളെ കുറിച്ച് നിങ്ങൾ കേട്ടു കാണുമല്ലോ. അവ വെള്ളത്തിനടിയിലെ പ്രാണികളെയും വാൽമാക്രികളെയും ചെറിയ മീനുകളെയും ആഹാരമാക്കും. വെള്ളത്തിന്റെ ഉപരിതലത്തിന് അടിയിൽ ഒളിക്കാനും അവയ്ക്ക് ശേഷിയുണ്ട്. വെള്ളത്തിനടിയിൽ ദിവസങ്ങളോളം ശ്വാസം പിടിച്ചു നിർത്താൻ ചില ചിലന്തികൾക്ക് കഴിയും. ചിലന്തികൾക്ക് ചികിളുകൾ ഇല്ലാത്തതിനാൽ മീനുകളെ പോലെ വെള്ളത്തിൽ നിന്നും ഓക്സിജൻ വലിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷേ വെള്ളത്തിനടിയിൽ ജീവൻ നിലനിർത്താനുള്ള സൂത്രം അവയ്ക്കുണ്ട്. ഉദാഹരണത്തിന് ഓസ്ട്രേലിയയിലെ സിഡ്നി ഫെനൽ വെബ് സ്പൈഡർ സ്വിമ്മിംഗ് പൂളിലും മറ്റും വന്ന് കിടക്കാറുണ്ട്. അവ ചത്തുകിടക്കുകയാണെന്നാണ് ആളുകൾ കരുതുക. പക്ഷേ അവ വെള്ളത്തിന് അടിയിൽ ജീവിക്കുകയാണ്. ദീർഘനേരം ശ്വാസം പിടിച്ചു നിർത്താൻ കഴിയുന്ന ശ്വാസകോശങ്ങൾ അവയ്ക്കുണ്ട്. ചില ട്രാപ്ഡോർ എട്ടുകാലികൾ 6 മിനിറ്റ് കൂടുമ്പോൾ മാത്രമേ ശ്വസിക്കൂ. ഗ്രേറ്റ് ബാരിയർ റീഫ് തീരത്തെ ഡിസിസ് ബോമർ ലേ എന്ന ഒരു ചെറിയ ഇന്റർടൈഡൽ ചിലന്തി പലപ്പോഴും കടൽ വെള്ളത്തിനടിയിലാണ് ജീവിക്കുന്നത്. വേലിയേറ്റ സമയത്ത് പവിഴപ്പുറ്റുകളിലോ ഷെല്ലുകളിലോ ഉള്ള വായു പോക്കറ്റിൽ ഇവ ഒളിക്കും. കൂടാതെ കാലുകളിലെ നീണ്ട രോമം കൊണ്ട് ചുറ്റുവട്ടത്തെ വായുവിനെ പിടിച്ച് ഒരു കുമിളയാക്കുകയും ചെയ്യും. പിന്നെ അത് ശ്വസിച്ചാണ് വെള്ളത്തിലിരിക്കുക. വേലിയേറ്റം അവസാനിക്കുമ്പോൾ നനഞ്ഞ പാറക്കെട്ടുകളിൽ അവ വേട്ടയാടൽ തുടങ്ങും. ജീവിതകാലം മുഴുവൻ വെള്ളത്തിനടിയിൽ ജീവിക്കുന്ന ഒരു എട്ടുകാലിയുണ്ട്. ഡൈവിംഗ് ബെൽ സ്പൈഡർ എന്നാണ് ഇതിന്റെ പേര്. ചിലതരം ട്രാപ്ഡോർ ചിലന്തികൾ ചിമ്മിണി പോലുള്ള പ്രവേശന കവാടത്തോട് മാളം കുത്താറുണ്ട്. വെള്ളം മാളത്തിലേക്ക് കയറാതിരിക്കാൻ ഇത് സഹായിക്കും. മാളത്തിൽ വെള്ളം കയറാതിരിക്കാൻ കളിമണ്ണ് കൊണ്ട് വാതിൽ ഉണ്ടാക്കുന്ന ചിലന്തികൾ ഓസ്ട്രേലിയയിൽ ഉണ്ട്. ബക്കറ്റിലോ പറമ്പിലെ വെള്ളത്തിലോ കാണുന്ന എട്ടുകാലികളെ നിങ്ങൾക്ക് രക്ഷിക്കാനാവും. പക്ഷേ മുതിർന്ന ഒരാളോട് അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യാവൂ. ചിലന്തി വിഷം ചിലപ്പോൾ മാരകമായേക്കാം എന്നതാണ് കാരണം. വലയോ നീളമുള്ള കൈപ്പിടിയുള്ള സ്കൂപ്പോ ഉപയോഗിച്ചു വേണം എട്ടുകാലിയെ പുറത്തെടുക്കാൻ. ചത്തതുപോലെ കിടന്നാലും അവയെ തുടരുത്. ഉണങ്ങിയാൽ ചിലപ്പോൾ അവ എണീറ്റു പോവാം, അതായത് ജീവനുണ്ടാവാം. ഓർക്കുക, ഒരിക്കലും എട്ടുകാലിയെ കൈകൊണ്ട് തൊടരുത്. ചത്തതാണെന്ന് തോന്നിയാലും. ഇനി അവ കടിച്ചാൽ ഉടൻ ഡോക്ടറിന്റെ സഹായം തേടുക. ഇനി പറമ്പിൽ കറങ്ങി നടക്കുമ്പോൾ എട്ടുകാലികളെ നോക്കണം. അവ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കണം. എന്തൊക്കെയാവാം നിങ്ങൾ കണ്ടെത്തുന്നതെന്ന് ആർക്കറിയാം.